നമസ്കാരം. മിഷൻ വോട്ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ 333 മെത്തേഡിനെ കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. എന്നാൽ ഫാസ്റ്റ് റിസൾട്ടും കിട്ടുന്നൊരു മെത്തേഡാണിത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഡൗട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിലും ധൈര്യമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണിത്. കാരണം ഞാൻ ഈ ടെക്നിക്ക് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇത് ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമേ നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്ത് നോക്കാവുള്ളൂ. കാരണം ഈ ടെക്നിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ടെക്നിക്കുകളെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നേരെ പോയി ഈ ടെക്നിക്ക് കേട്ടിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് എന്താണെന്നോ ഒന്നും മനസ്സിലാവാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമേ നിങ്ങൾ ടെക്നിക്ക് ചെയ്ത് നോക്കാവുള്ളൂ. നിങ്ങൾക്കിപ്പോൾ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് അന്നേരം ഇങ്ങനെ ഈ ഞാൻ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ടെക്നിക്കുകൾ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ കടം അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാതിരിക്കാൻ ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുക. അതായത് കടം എന്നതിന് പകരം നിങ്ങൾക്ക് കടം തീർക്കണമെങ്കിൽ എന്ത് വേണം? ക്യാഷ് വേണം. അപ്പോൾ ഈ എത്ര രൂപയാണോ നിങ്ങൾക്ക് വേണ്ടുന്ന എമൗണ്ട്, ആ എമൗണ്ട് എന്നിലേക്ക് വന്നു ചേർന്നതിന് നന്ദി. അഥവാ നിങ്ങളിപ്പം ഇത് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന ഡൗട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ കിട്ടിയെന്ന് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാമല്ലോ. അപ്പോൾ ആ പൈസ നിങ്ങൾക്ക് ഇപ്പോൾ എമൗണ്ട് ഇത്ര രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി, അങ്ങനെ എഴുതാം. വിശ്വാസമുള്ളവർ എന്നിലേക്ക് ആ പൈസ കിട്ടിയതിന് നന്ദി. ഇത്ര രൂപ എമൗണ്ട് എത്ര ആണോ ആ എമൗണ്ട് നമുക്ക്, അതായത് നമ്മൾ ഈ ടെക്നിക്കുകൾ ചെയ്യുമ്പം ഒരു സ്പെസിഫിക് ആയിട്ട് വേണം നമ്മളിങ്ങനെയൊക്കെ എഴുതേണ്ട കാര്യങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം. അതായത് ഇപ്പം നമുക്കിപ്പം കടമാണെന്നുണ്ടെങ്കിൽ ഇത്ര രൂപയുടെ കടമാണെന്നുണ്ടെങ്കിൽ ആ ഇത്ര രൂപ ആ പൈസ ഇപ്പോൾ 50,000 ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപ അത് കൃത്യമായിട്ട് ആ ടെക്നിക്കിനകത്ത് നമ്മൾ എഴുതിയിരിക്കണം. അതിപ്പം നിങ്ങൾക്കിപ്പം ലോട്ടറി അടിക്കണം എന്നാണെങ്കിൽ ഇപ്പോൾ ലോട്ടറിയിലൂടെ നിങ്ങൾക്കിപ്പോൾ എത്ര രൂപ അടിക്കണം എന്നാണെങ്കിൽ ആ പൈസയും കൂടെ ചേർത്ത് വെച്ചിട്ട് ആ എമൗണ്ടും കൂടെ എഴുതിയിട്ടേ നിങ്ങൾ എഴുതാവുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു ചിട്ടി ചാടണം എന്നാണെങ്കിൽ ചിട്ടി നിങ്ങൾ എത്ര രൂപയുടെ ചിട്ടിയാണോ നിങ്ങൾ വെച്ചേക്കുന്നത് ആ ചിട്ടി എമൗണ്ട് സഹിതം എഴുതിയിട്ടേ നിങ്ങൾ ആ ചിട്ടി അടിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ KSFB ചിട്ടി ആണെങ്കിൽ KSFB ചിട്ടി അടിച്ചതിന് ഇത്ര രൂപയുടെ ചിട്ടിയാണെങ്കിൽ എത്ര രൂപയാണെന്ന് വെച്ചാൽ ആ എമൗണ്ട് എഴുതിയിട്ട് ആ ചിട്ടി അടിച്ചതിന് നന്ദി, അങ്ങനെ എഴുതും. ഇപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി, അങ്ങനെ പറഞ്ഞ് നമുക്ക് ടെക്നിക്ക് എഴുതാം. അങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങൾക്ക് പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ആവശ്യം എന്താണോ ആ ആവശ്യം അതേപോലെ ഒരു ഒറ്റ വരിക്കകത്ത് നിൽക്കുന്ന രീതിയിലേ നമ്മൾ എഴുതാവുള്ളൂ. അതുപോലെ എഴുതുക. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. സംശയങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ എഴുതിയ കാര്യം അത് എഴുതി അത് പൊക്കോട്ടെ, അത് നമുക്ക് ദൈവം സാധിച്ചു തരും. പക്ഷേ നമ്മൾ ആഗ്രഹം എപ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന കണക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ആക്ഷനും കൂടെ കൊടുത്തിരിക്കണം. അതായത് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് അതൊന്നും നടക്കത്തില്ല. നമ്മൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു വീടെന്ന സ്വപ്നമാണെന്നുണ്ടെങ്കിൽ ആ വീടെന്ന സ്വപ്നം നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ നമ്മുടേതായിട്ടുള്ളൊരു ആക്ഷൻ നമ്മൾ കൊടുക്കണ്ടേ. അല്ലാതെ വെറുതെ നമുക്ക് വീട് വരത്തില്ലല്ലോ. നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കൊരു പുതിയ വീട് വരത്തില്ലല്ലോ. നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം അല്ലേ. ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് CV തയ്യാറാക്കണം, ഇൻ്റർവ്യൂവിന് പോകണം. ഇതിനൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ ഇതെന്താണ് അപ്പം നിങ്ങൾ ചിന്തിക്കും. ഇതിനെക്കുറിച്ച് അറിയാത്തവർ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർ ചിന്തിക്കും, എങ്കിൽ പിന്നെ നമ്മളെല്ലാവരും ഇത് തന്നെയല്ലേ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആക്ഷൻ കൊടുത്തുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ യൂണിവേഴ്സിൻ്റെ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ, നമ്മൾ യൂണിവേഴ്സിനെ കണക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് വരത്തില്ല, തടസ്സങ്ങളൊന്നും മുന്നേ നമുക്ക് വരത്തില്ല. തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടന്നു കിട്ടും. അതാണ് യൂണിവേഴ്സിനെ കണക്ട് ചെയ്താലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്തു നോക്കുക. നമുക്ക് അന്നേരം ടെക്നിക്കിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 പേപ്പറും ഒരു പേനയും. ആ പേനയെന്ന് പറയുന്നത് ഒരു പച്ച മഷി പേനയോ അല്ലെങ്കിൽ ഒരു നീല മഷി പേനയോ ആവാം. നീല മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇങ്ങനെ പച്ച തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ കൃത്യമായിട്ടൊരു സമയം ഫോളോ ചെയ്യുക. ഇപ്പോൾ രാവിലെ എങ്കിൽ രാവിലെ, രാത്രിയെങ്കിൽ രാത്രി, ഏത് ടൈമാണോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ചെയ്യേണ്ടത് ഇത്ര മാത്രം, 33 തവണ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒറ്റ വരിക്കുള്ളിൽ നിങ്ങൾ 33 തവണ സന്തോഷപൂർവ്വം നിങ്ങളുടെ ആഗ്രഹത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം 33 തവണ എഴുതുക. ഫസ്റ്റ് ഡേ എഴുതിയതിന് ശേഷം അത് മടക്കി മാറ്റി വെക്കുക. എഴുതുന്നതിന് മുന്നേ ആ പേപ്പറിൻ്റെ മേളിലായിട്ട്
333 ഇടുക. 333 എന്നുള്ളത് എഴുതുക. നമ്മൾ ഈ 33 തവണ നമ്മുടെ ആഗ്രഹം എഴുതിയതിന് ശേഷം താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് അങ്ങനെ 3 തവണ അങ്ങനെ എഴുതുക. ഫസ്റ്റ് ഡേ എഴുതിയ പേപ്പർ മടക്കി നിങ്ങൾ എവിടെയാണോ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് അവിടെ എടുത്ത് വെക്കുക. രണ്ടാമത്തെ ഡേയും ഇതേ ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം എഴുതുക. വീണ്ടും മേളിൽ ഇതുപോലെ ഹെഡിങ് 333 എന്നുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുക, ആഗ്രഹം എഴുതുക, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള 3 വട്ടം എഴുതുക. അങ്ങനെ ചെയ്തതിന് ശേഷം 3ാമത്തെ ദിവസവും അങ്ങനെ ചെയ്യുക. നിങ്ങളിപ്പോൾ നൈറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാര്യം എഴുതുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമേ നമ്മളിത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾ രാവിലെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് 3ാമത്തെ ദിവസം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് കൊണ്ടുപോയി നമ്മൾ ഈ 3 പേപ്പറും കൂടെ കൊണ്ടുപോയി നമ്മൾ പേപ്പർ തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിച്ച് കളയുക. ഏതെങ്കിലും ചപ്പ് ചവറിൽ കൂട്ടി കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടുകയല്ല വേണ്ടത്. ഇത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയാണെന്ന് വെച്ചാൽ ഇത് കത്തിച്ചങ്ങ് കളയുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അത് പിന്നെ നമ്മൾ യൂണിവേഴ്സിന് കൊടുത്തു കഴിഞ്ഞു, നമ്മുടെ ആഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇനി നിങ്ങൾക്ക് കൊടുക്കേണ്ട ആക്ഷൻ എന്താണോ അത് നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോളുക. അല്ലാതെ വേറെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. മസ്റ്റായിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.